ഒരു നൊസ്റ്റാളജി എവിടേക്കോ മണക്കുന്നുണ്ടല്ലോ അല്ലേ? ഇതൊക്കെ നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ? എന്തൊരു ടേസ്റ്റ് അതിനൊക്കെ. പണ്ട് ഉമ്മാരൊക്കെ ഉണ്ടാക്കി തരുമ്പോഴേ നമ്മൾ കഴിച്ചിട്ട് പറയുന്ന ഡയലോഗ് ഇരുന്നിട്ടത്. അവരെ കൊണ്ട് തന്നെ ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ വിചാരിച്ചിരുന്നൊരു ടൈമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മളെ മക്കൾക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാനേട്ടാ. സംഭവം സിമ്പിളാടോ, പക്ഷേ നമുക്കൊന്നും ഇതിന് മെനക്കെടാൻ നേരമില്ല എന്ന് മാത്രം. നമ്മുടെയൊക്കെ ചെറുപ്പത്തിലേ നമ്മുടെ ഉമ്മാർ എന്തൊക്കെ ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടല്ലേ, അതൊന്നും ഇപ്പോൾ പൂതി തോന്നുമ്പോൾ ഉണ്ടാക്കി തരാൻ അവരടുത്തുണ്ടാവില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? അങ്ങനെ പൂതി തോന്നുന്ന സമയത്ത് അവർക്ക് വിളിച്ച് അതിൻ്റെ റെസിപ്പി ചോദിച്ച് ഉണ്ടാക്കും. അതാണ് ഇപ്പോഴത്തെ പരിപാടി. കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഉമ്മയുടെ വില ശരിക്കും മനസ്സിലായത്. നമ്മൾ ഉമ്മാർ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ശരിക്കും മനസ്സിലാക്കിയ ഒരു ടൈം തന്നെയായിരുന്നു മക്കളൊക്കെ ആയ ഒരു ടൈം എന്ന് പറയുന്നത്. നമ്മളുമ്മാരെ റെസിപ്പീനെ കുറിച്ചിട്ട് നമ്മൾ അടിപൊളിയാണെന്ന് പറയുന്ന പോലെ നമ്മളുണ്ടാക്കിയ റെസിപ്പി കഴിച്ചിട്ട് അടിപൊളിയാണ് ഉമ്മച്ചി എന്ന് പറയാൻ നമ്മുടെ മക്കളുണ്ട് കേട്ടോ നമ്മളെ കൂടെ. എനിക്ക് പറഞ്ഞ പോലെ എപ്പോഴും കുക്കിംഗ് എന്ന് പറയുന്ന സംഭവം ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളത് ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് വരണ്ടേ.